നമ്മളെ അങ്ങോട്ട് സമർപ്പിക്കൂ. നിങ്ങൾ ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് അനഭ്യർത്ഥിതാനബി, മനസ്സിലാവില്ലേ? ഒന്നും ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കരുത്. അനഭ്യർത്ഥിതാൻ, അങ്ങനെ ചോദിക്കുകയാണെങ്കിലോ ക്ഷുദ്രം, മനസ്സ് ക്ഷുദ്രമാണ്. ചക്രവാടി ദ്രുതമഭിലഷതി, ചെറുത് ചോദിക്കുന്നു. നിങ്ങൾ മനസ്സിനെ നിങ്ങൾ ക്ഷുദ്രമാക്കുകയാണ്. ഒന്നും ചോദിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാന് നല്ലവണ്ണം അറിയാം. ആ സമർപ്പണം ചെയ്യും തോറുണ്ടല്ലോ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് നല്ലത് വന്നാലും സുഖം വായതി വാ ദുഃഖം, സുഖമായാലും ദുഃഖമായാലും പ്രസാദേ സർവദുഃഖാനാം. എങ്ങനെ കാണണം? പ്രസാദ ബുദ്ധിയോടുകൂടി കാണും മനസ്സ്. അങ്ങനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ മനസ്സ് താഴുന്നതിന് പകരം ഉയരും. ഇവിടെ ധ്രുവന് മനസ്സിലായി ഇതായിരുന്നില്ല ചോദിക്കേണ്ടതെന്ന്. ഏതായാലും മനസ്സ് വളരെയധികം വേദനിച്ചു. അവിടെ നിന്ന് ഇനിയിപ്പോൾ നിവൃത്തിയില്ലല്ലോ, ഭഗവാനെ ഭാഗ്യശൂന്യനായിപ്പോയി ഞാൻ എന്നെല്ലാം മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് പിന്നീട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. കൊട്ടാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ജനങ്ങൾ അറിഞ്ഞു ധ്രുവനാണ് വരുന്നത്. കൊട്ടാരത്തിൽ വിവരം അറിയിച്ചതും രാജാവും സുനീതിയും സുരുചിയും പല്ലക്കിലേറിക്കൊണ്ട് ഉത്തമൻ എല്ലാവരും കൂടെ ചേർന്ന് വാദ്യഘോഷങ്ങളോടുകൂടിയിട്ട് ആ ധ്രുവനെ സ്വീകരിക്കുകയാണ്. ശംഖദുന്ദുപിനാദേന ബ്രഹ്മഘോഷേണ വേണുഭീ നിശ്ചക്രാമ പുരാതൂർണം ആത്മജാ വീക്ഷണോത്സുകാം. ഇപ്രകാരം എല്ലാവരും വാദ്യഘോഷങ്ങളോടുകൂടി ആ ധ്രുവനെ സ്വീകരിക്കാൻ അങ്ങോട്ട് ചെന്നു. നല്ല മുഖം, തേജസ്സാർന്ന മുഖം കാണുമ്പോൾ തന്നെ എന്തോ ഒരു മഹാത്മ്യം കുട്ടിയിലുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും കൂപ്പുകൈയോടുകൂടി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. കുട്ടിയാണെങ്കിലോ ആദ്യം ചെയ്തെന്താണ്? സുരീജിസ്തം സമുത്താപ്യം പാദാവനതമനൽപകം പരിഷജ്യാഹ ജീവേദി ബാഷ്പഗദ്ഗതയാഗിരാം. കുട്ടി ചെയ്യുന്നത് സുരുചി, ആദ്യം ചെന്ന് നമസ്കരിക്കുന്നത് ഏതൊരു അമ്മയുടെ ക്രൂരമായ വാക്കുകളെ കൊണ്ടാണോ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞത്, ആ അമ്മയുടെ പാതാരവിന്ദത്തിൽ ചെന്ന് നമസ്കരിച്ചു. ആ അമ്മയുടെ കണ്ണിൽ ബാഷ്പഗദ്ഗതയാഗിരാം, അമ്മയുടെ മനസ്സ് മുഴുവൻ ഇളകി മറഞ്ഞു. അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതാണ്: യസ്യ പ്രസന്നോ ഭഗവൻ ഗുണൈ മൈത്ര്യാദിഭിർഹരി തസ്മൈ നമന്തി ഭൂതാനി നിമ്നമാപയിതസ്വയം. പ്രസന്നോ ഭഗവൻ ഗുണൈ മൈത്ര്യാദിഭിർഹരി. ഇതാണ് ഭാരതീയ സംസ്കാരം. നമ്മളെ വേദനിപ്പിച്ചവരെ പോലും ചെന്ന് ആ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന സംസ്കാരം. ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ, ഹിംസിക്കുന്ന സംസ്കാരമല്ല, ഒന്നിനെയും ഹിംസിക്കാത്ത സംസ്കാരമാണ്. അതാണല്ലോ ഗാന്ധിജി അഹിംസാ സിദ്ധാന്തത്തെ എടുത്തത്. ഇനി ഭാരതീയ സംസ്കാരം മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും സംസ്കാരം ഇതുതന്നെയാണ്. ഗീതയിൽ 16-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അഹിംസാ സത്യമക്രോധം ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷു ലോലുപ്തം മാർദ്ദവം ഹ്രീ അചാൽഫലം. 16-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഹിംസ, ഒരാളെയും ഹിംസിക്കാതിരിക്കലാണ്. ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ എല്ലാവരും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ലോകം മുഴുവൻ മാറുമായിരുന്നു. ഇന്ന് ഈ റിസഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ലോകത്തിൽ റിസഷൻ എന്നൊക്കെ പറയുന്നത് അനാവശ്യമായ കാശിഷ്ടമാതിരി മിലിറ്ററിക്ക് വേണ്ടി ഉപയോഗിച്ച് പാവം നമ്മുടെ പട്ടാളക്കാരെ നിങ്ങളൊന്ന് കാശ്മീരിലൊക്കെ പോയി നോക്കൂ. ഉള്ള തണുപ്പും കൊള്ളിച്ച് ഉള്ള എത്രയാണ് ആയുധങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പണം ചെലവഴിക്കുന്നത്. കുറച്ചൊരു ആത്മീയ സംസ്കാരം ഉൾക്കൊണ്ടിരുന്നെങ്കിലല്ലോ, എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അഹിംസയല്ലേ? അത് മാറ്റിക്കൊണ്ട് നിന്റെ അയൽക്കാരൻ്റെ മകളെ സ്നേഹിക്കുക എന്നാക്കിയാലോ എത്ര അപകടമാണ് നോക്കൂ. അതുപോലെ തന്നെയാണ് ഇസ്ലാമതം. ഇസ്ലാമതം ഇതുപോലെ തന്നെയാണ്. ശരിക്കും ഖുർആൻ നിങ്ങൾ വായിച്ചു നോക്കിയാലല്ലോ, അതിൽ ഹിംസയല്ല പറയുന്നത്, അഹിംസയാണ്. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് റഹ്മാൻ. റഹ്മാൻ എന്നുള്ള ശബ്ദത്തിന് കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം. കാരുണ്യമുള്ളവനാണ് അദ്ദേഹം എന്നാണ്. കാരണം ആത്മീയതയിലേക്ക് ഉയരും തോറും നമുക്ക് മനസ്സിലാവും എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണ്. മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ഈശ്വരനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. അദ്വേഷ്ടാ സർവഭൂതാനാം, ഗീതയിൽ പറയുന്നില്ലേ, ആരെയും വേദനിപ്പിക്കാത്തതാണ് സംസ്കാരം എന്ന്. പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവണ്ടേ? അപ്പോഴേക്കും നമ്മുടെ മതം വേറെ, നിങ്ങളുടെ മതം വേറെ എന്നായി. അതിൽ ഒന്ന് വിശാലമായി ചിന്തിക്കൂ നിങ്ങൾ. നമുക്ക് കാണാം
എല്ലാവരും കുടിക്കുന്ന വെള്ളം ഒന്നല്ലേ? ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ കുടിക്കുന്ന വെള്ളം ഒന്നാണ്. ശ്വസിക്കുന്ന വായു ഒന്നാണ്. അന്തരീക്ഷത്തിലെ ചൂടെടുത്തുകൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. സൂര്യനിൽ നിന്നാണ് ചൂടെടുക്കുന്നത്. എല്ലാവരും ചൂടെടുക്കുന്നത് ഒരേ സൂര്യനിൽ നിന്നാണ്. ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല, വായുവും വെള്ളവും സൂര്യനും വേണ്ടേ? വേണോ വേണ്ടയോ? ഇതെല്ലാവർക്കും ഒന്നാണെങ്കിൽ വാസ്തവത്തിൽ എവിടെയാണ് ഈ ഹിന്ദു, മുസ്ലിം, അതുപോലെ സ്ത്രീകൾ, പുരുഷന്മാരെന്നുള്ള ഈ വൈവിധ്യങ്ങളൊക്കെ വ്യവഹാരത്തിൽ മാത്രമല്ലേ വേണ്ടൂ? പരമാർത്ഥത്തിൽ ഈ വ്യവഹാരങ്ങളുണ്ടോ? പിന്നെ എന്തിനു നമ്മൾ ഒരാളെ വേദനിപ്പിക്കണം, ഒരാളോട് ശത്രുത കാണിക്കണം? അതിനെല്ലാവരും തയ്യാറാവണം. നമ്മളെല്ലാവരും ഉയർന്നാലല്ലോ ഈ ലോകത്തെ പരിവർത്തനം വരുത്തേണ്ടത് നമ്മളാണ്, ഭാരതീയരാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞത്, ഒരു 50 വർഷം കഴിയട്ടെ, എൻ്റെ അമ്മയുണ്ടല്ലോ ലോകത്തെ പരിവർത്തനം വരുത്തുന്നതാണ്. ഈ ഭാരതത്തിൽ നിന്നാണ് പ്രതീക്ഷയുള്ളത്. അതെവിടുന്നാണ് അവർക്കൊക്കെ പറയാൻ സാധിച്ചത്? നമ്മുടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും മഹത്തായ സംസ്കാരമാണ്. നമ്മളത് ഉൾക്കൊള്ളണം. നമ്മളിതൊക്കെ പഠിച്ചെടുത്ത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം. നശിപ്പിക്കുന്ന സംസ്കാരമല്ല, വേദനിപ്പിക്കുന്ന സംസ്കാരമല്ല, എല്ലാവരെയും സ്വീകരിക്കുന്ന, തന്നെ വേദനിപ്പിച്ചവരെ പോലും ചെന്ന് തൊഴുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അതാണ് ധ്രുവൻ തന്നെ വേദനിപ്പിച്ച ചെറിയമ്മയുടെ മുന്നിൽ ചെന്ന് തൊഴുന്നത്. ഒരാളോടും വിദ്വേഷവും വെറുപ്പും കൊണ്ടുവയ്ക്കലല്ല. രാമായണം നോക്കൂ, അതിമനോഹരമായിട്ട് വിഭീഷണനോട് രാവണൻ മരിച്ച സമയത്ത് ശ്രീരാമസ്വാമി ക്രിയകളൊക്കെ ചെയ്യൂ എന്ന് പറയുമ്പോണ്ടല്ലോ, ആദ്യം വിഭീഷണൻ മടിച്ചിട്ട് പറയും, പറ്റില്ല സ്വാമി, അവിടുത്തെ പത്നി അപഹരിച്ച് ഇത്തരം വൃത്തികേടുകൾ ചെയ്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ശവം കത്തിച്ചുകൊണ്ട് ചടങ്ങുകൾ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. പിന്നെ ശ്രീരാമസ്വാമി പറയുന്നതുണ്ടല്ലോ, നീ ചെയ്തിട്ടില്ലെങ്കിൽ, വിഭീഷണ നീ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ രാവണനെ എൻ്റെ സഹോദരനായി കണ്ട് ആ ചടങ്ങ് ഞാൻ ചെയ്യുന്നതാണ്. തൻ്റെ പത്നി അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ സ്വന്തം സഹോദരനായി കണ്ട് ആ ശവത്തെ ആദരിച്ചുകൊണ്ട് അതിനെ ഭസ്മമാക്കുന്ന ആ കാര്യം അത് ഞാൻ ചെയ്യുന്നതാണ്. ഇതാണ് ഭാരതീയ സംസ്കാരം. വേദനിപ്പിച്ചവരോട് പോലും സ്നേഹം കാണിക്കുന്നൊരു സംസ്കാരം നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. ആദ്യം നമ്മുടെ മനസ്സിനെ മാറ്റണം, പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകത്തെ മാറ്റിക്കൂടെ? നോക്കൂ നിങ്ങൾ, ഈ ലോകം ഏറ്റവും കൂടുതൽ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഒരുപാട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫണ്ട് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കണം എന്നുള്ള പേരിൽ ഈ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചൈനയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ എറിയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിന് പകരം മനുഷ്യനെ ജീവിക്കാനുള്ള സമ്പത്തെടുത്തിട്ട് ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കാൻ കാരണം മനുഷ്യ മനസ്സിൻ്റെ സംസ്കാരം ഉത്കൃഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ? ആണോ അല്ലയോ? അപ്പോൾ സംസ്കാരങ്ങൾ മാറ്റിയാൽ ലോകം നന്നാവില്ലേ? അതോ പട്ടാളം വികസിപ്പിച്ചാലാണോ ലോകം നന്നാവുക? പോലീസിനെ വികസിപ്പിച്ചാലാണോ? ആണോ? അല്ല. ലോകം നന്നാവണമെങ്കിൽ മനുഷ്യ മനസ്സ് നന്നാവണം. മനുഷ്യ മനസ്സ് നന്നാവണമെങ്കിൽ ആത്മീയത ഉൾക്കൊള്ളണം. ആത്മീയത ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഇരിക്കുന്ന ഈശ്വരൻ ഒന്നാണ്. ഒരാളെ വേദനിപ്പിക്കുന്നത് ഈശ്വരനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള സംസ്കാരം നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഒരു സംസ്കാരം നമ്മളിലേ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ലോകത്തിലുണ്ടാവുക. അപ്പം അതൊക്കെ നമ്മൾ തന്നെ മാറ്റം വരുത്തണം. എന്നിട്ട് നമ്മൾ ലോകത്തെ മാറ്റം വരുത്തിയാൽ പറയുന്നു, യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണേ മൈത്ര്യാദിവിർഹരി. ആരാണോ മൈത്രി തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്നത്, പ്രസന്നോ ഭഗവാൻ, അവിടെ ഭഗവാൻ പ്രസന്നനായിത്തീരും. തസ്മൈ നമന്തി ഭൂതാനി, ഭൂതങ്ങൾ പോലും അവനെ നമസ്കരിക്കും. നിമ്നമാഭ ഇവ സ്വയം, വെള്ളത്തിൻ്റെ സംസ്കാരമെങ്കിലും ഉൾക്കൊള്ളൂ എന്നാണ്. എന്താ വെള്ളത്തിൻ്റെ സംസ്കാരം? നിമ്നം, അത് താഴോട്ട് ഒഴുകുന്നതാണ് വെള്ളം. അതുപോലെ നമ്മളൊക്കെ താഴ്മ, വിനയം അങ്ങോട്ട് കാണിക്കുക തന്നെ വേണമെന്ന് പറയാണ്. വിനയത്തിന് യാതൊരു കുറവില്ലല്ലോ. അതല്ലേ ഗീതയിൽ പറയുന്നത്, വിദ്യാം വിനയസമ്പന്നേ. വിദ്യ കൂടുന്തോറും വിനയം കൂടണം. നമ്മളിന്ന് സമൂഹത്തിലേക്ക് നോക്കൂ, വിദ്യ കൂടുന്തോറും വിനയം കൂടി വരികയാണോ? കുറയാണ്. അപ്പോൾ വെറും എഡ്യൂക്കേഷൻ മാത്രം പോരാ, എഡ്യൂക്കേഷൻ്റെ കൂടെ കൾച്ചറും കൂടെ പോകണം, സംസ്കാരവും കൂടെ പോകണം. ഇത് രണ്ടും കൂടി സമന്വയിപ്പിക്കണം. വെറുതെ നമ്മൾ ഒരു ഭാഗം മാത്രം നോക്കിയാൽ പോരാ. ശക്തിയുണ്ട്, അറിവുണ്ട്, പക്ഷേ ബുദ്ധി വിവേകം കാണുന്നില്ല, വേണ്ടടുത്ത് വേണ്ടതുപോലെ പ്രകടിപ്പിക്കുന്നില്ല. ഇത് മനസ്സിലായി. അതുകൊണ്ട് ആ കുട്ടി അമ്മയെ നമസ്കരിച്ചു. പിന്നീട് അടുത്തത് നമസ്കരിക്കുന്ന ഉത്തമനെയാണ്. അതിനുശേഷം പിതാവിനെ നമസ്കരിച്ചു. സുനീധി മാതാവിനെ ചെന്ന് നമസ്കരിക്കുമ്പം സുനീതിരസ്യ ജനനീ പ്രാണേഭ്യോ വിപ്രിയം സുതം ഉപഗുഹ്യജാവാദിം
തദംഗസ്പർശ നിർവൃത പയസ്നനാഭ്യം ശുശ്രാവ നേത്രജൈ സലിലൈ ശിവൈ താഭിഷ്യമാനാഭ്യം വീര വീരസുഭോ മുഹു താം സംശംസോ ജനാരാജ്ഞിം ദൃഷ്ട്യാതേ പുത്ര ആർത്തിഹ പ്രതിലബ്ധചിരം നഷ്ടോ രക്ഷിത മണ്ഡലം ഭുവാം. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മുലയിൽ നിന്ന് പാല് പ്രസരിച്ചു എന്ന് പറയാണ്. സ്നേഹം കൊണ്ട് കുട്ടിയെ മാറോട് ചേർത്തതും അമ്മയുടെ മനസ്സും ശരീരവും ഒക്കെ നിറഞ്ഞുകൊണ്ട് സലിലേ നേത്രജൈ, അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് ആ കുട്ടിയുടെ മൂർധാവിലേക്ക് കണ്ണുനീര് വീണപ്പം ആനന്ദാശ്രുക്കൾ, ദുഃഖത്തിൻ്റെ അശ്രുക്കളല്ല. എൻ്റെ ഉണ്ണി ഏതൊരു കാര്യത്തിന് വേണ്ടി പോയോ അത് സാക്ഷാത്കരിക്കാൻ ഉണ്ണിക്ക് സാധിച്ചല്ലോ. അന്ന് ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, ആരൊക്കെ കൈവിട്ടാലും ഭഗവാൻ കുട്ടിക്ക് സത്യമായി ബോധ്യയല്ലോ. ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ കുട്ടി എത്തിച്ചേർന്നല്ലോ, ഈ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായല്ലോ, സുഹൃതമുണ്ടായല്ലോ എന്നെല്ലാം ഓർത്ത സന്തോഷത്തോടുകൂടി ആ കുട്ടിയെ സ്വീകരിച്ചു. പിന്നെ അതിനുശേഷം എല്ലാവരും ചേർന്ന് ധ്രുവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ധ്രുവനെ കൊട്ടാരത്തിൽ ആദരവോടുകൂടിയിട്ടാണ് പിന്നെ ആളുകൾ കാണുന്നത്. എന്നും ജനങ്ങൾ വരും, നമസ്കരിക്കും. കാരണം ഭഗവാനെ കണ്ട കുട്ടിയാണ്. ആ ആദരവോടുകൂടിയിട്ട് കുട്ടി വളർന്നു വരുന്നു. കാലം മുന്നോട്ട് പോയി. അതിനുശേഷം ഉത്താനപാത മഹാരാജാവിന് മനസ്സിലായി, ഇനി ഞാനിവിടെ ഇരിക്കുന്നത് ശരിയില്ല. കാരണം അച്ഛനേക്കാളും കേമനായിട്ടാണ് പുത്രൻ ഇരിക്കുന്നത് എന്ന് മാത്രമല്ല, അച്ഛന് കുറ്റബോധം വന്നു. ഇനി ഞാൻ എൻ്റെ മനസ്സിനെ ഈ കുട്ടി കൈവരിച്ചതുപോലുള്ള പദങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടതുണ്ട്. അവിടെ വെച്ചിട്ട് ഉത്താനപാത രാജാവ്, ഉത്താനപാദോ രാജർഷി പ്രഭാവം തനയസ്യതം ശ്രുത്വാ ദൃഷ്ടാത്ഭുതമതമം പ്രഭേദേ വിസ്മയം വരം വീക്ഷോടവയസം തം ച പ്രകൃതീനം ച സത്തമം സമ്മതം പ്രകൃതീനം ച സമ്മതം അനുരക്തപ്രജം രാജ ധ്രുവം ചക്രേ ഭുവപ്പതിം ആത്മാനം ച പ്രവയസം ആകലയ്യ വിശാംബതി വനം വിരക്തപ്രാതിഷ്ഠൽ വിമൃശൻ ആത്മനോഗതിം. തൻ്റെ ഉണ്ണിയെ രാജാവായി വാഴിച്ചുകൊണ്ട്, ഭൂമിയുടെ രാജാവായി ചക്രവർത്തിയെ അവരോധിച്ചുകൊണ്ട് വനം വിരക്തപ്രാതിഷ്ഠൽ വിമൃശൻ ആത്മനോഗതിം. ഇനി എനിക്ക് ഈ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഗതി കൈവരിച്ചിട്ടില്ലെങ്കിൽ ഈ ജന്മം എനിക്ക് നഷ്ടപ്പെടും എന്ന് ബോധ്യം വന്നുകൊണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പോയി, വനത്തിലേക്ക് പോയി എന്നാണ്. ഇങ്ങനെ അച്ഛൻ പോയതിന് ശേഷം ഇവിടെ ധ്രുവൻ രാജ്യം ഭരിക്കണു. അദ്ദേഹം വിവാഹം കഴിച്ചു എന്നാണ്. ആരെയാണ്? അടുത്ത 10ാമത്തെ അധ്യായത്തിൽ ധ്രുവന്റെ വിവാഹത്തെയും പുത്രന്മാരെക്കുറിച്ചും പറയണു. പ്രജാപതേ ദുഹിതരം ശിശുമാരസ്യ വൈദ്രുവ ഉപയേമേ ഭ്രമിം നാമ തൽസുതോ കൽപ്പവത്സരോ ഇളായാം അഭിഭാര്യായം വായോ പുത്രം മഹാബല പുത്രമുൽക്കലനാമാനം യോഷിൽ രക്തമചീജനൽ. ശിശുമാരൻ എന്ന് പറയുന്ന പ്രജാപതിയുടെ മകളായ ഭ്രമി എന്ന് പറയുന്ന കുട്ടിയാണ്. ഭ്രമിം നാമ, അതിൽ 2 കുട്ടികളുണ്ടായി. കൽപ്പവത്സരോ, കൽപ്പനെന്നും അൽപ്പനല്ലേ കൽപ്പൻ, അത് കഴിഞ്ഞ് വത്സരൻ എന്നും 2 പുത്രന്മാർ. വീണ്ടും ഒരു പെൺകുട്ടിയെ കൂടി കല്യാണം കഴിച്ചു. അവളുടെ പേര് ഇള എന്നായിരുന്നു. വായുവിൻ്റെ പുത്രി, വായുദേവൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടിയുണ്ടായി. അവനായിരുന്നു ഉൽക്കലൻ എന്ന് പറയുന്ന പുത്രൻ. അങ്ങനെ ഇദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദുരന്തമുണ്ടാവുകയാണ്. അതായത് സുരുചി മാതാവിൻ്റെ പുത്രൻ ഉത്തമൻ, അവൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഒരിക്കൽ മൃഗയാ വിനോദത്തിന് വേണ്ടി കാട്ടിൽ പോയി. എന്തോ ഒരു പന്നിയുടെ പിന്നാലെ പോയി 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 അമ്പ് ചെയ്തു. അതിനെ അമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ കുബേരൻ്റെ മക്കളിൽ ഒരാൾ അവിടെ വന്ന് അതിനെ അമ്പ് ചെയ്തു. ഇപ്പം 2 പേരും ഒരുമിച്ച് അമ്പ് ചെയ്തപ്പം ഇതിനെ ആരാണ് അമ്പ് ചെയ്ത് പിടിച്ചതെന്ന് തർക്കം വന്നു. അവസാനം എന്തുണ്ടായി? കുബേരൻ്റെ പുത്രൻ്റെ കൈകളാൽ ഉത്തമൻ കാട്ടിൽ വെച്ച് മരിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അപ്പോൾ സുരുചി മാതാവ് ഏതൊരു പുത്രനെയാണോ ചക്രവർത്തിയുടെ സ്വപ്നം കണ്ടത്, ഇന്ന് ആ പുത്രൻ മരിച്ചു. ഈ വിവരം കൂടെ പോയവർ കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞപ്പോൾ സുരുചി മാതാവ് പുത്രൻ്റെ ശരീരം കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത്, പുത്രൻ്റെ വിചാരത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത്, എല്ലാ പരിസരവും മറന്നു പോകുന്ന സമയത്ത് പാവം അമ്മ അറിഞ്ഞില്ല മറ്റൊരു ദുരന്തം. കാട്ടിൽ കത്തി ആളി പടർന്നുകൊണ്ട് കാട്ടുതീ വരുന്നുണ്ടായിരുന്നു. ആ കാട്ടുതീയിൽപ്പെട്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ ആ അമ്മ വെന്തുരുകി മരിക്കേണ്ടി വന്നു. അന്ന് ധ്രുവന് മനസ്സുകൊണ്ടായിരുന്നു വേദനയെങ്കിൽ ഇന്ന് അമ്മയ്ക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും, പുത്രൻ മരിച്ച വേദന മനസ്സിലും, ശരീരം കത്തുന്നതിനുള്ള വേദന അത് ശരീരത്തിലും മനസ്സിലുമായിട്ട് അതീവ വേദന കൊണ്ട് മരിക്കേണ്ടി വന്നു. പ്രകൃതിയുടെ നിയമം അങ്ങനെയിരിക്കാം. നാം കൊടുക്കുന്ന വേദന
തിരിച്ച് നമുക്ക് തന്നെ വരണം എന്നുള്ളത് നമ്മുടെ പൂർവികന്മാരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു ശാസ്ത്ര സത്യമാണ്. ഏതായാലും അമ്മ അങ്ങനെ മരിച്ചതിന് ശേഷം ധ്രുവനാണെങ്കിലോ ധ്രുവോഭ്യാതുപദം ശ്രുത്വാ കോപാമർഷുചാർപ്പിതാം ജൈത്രം ചന്ദനമാസ്തായ ഗത പുണ്യജനാലയം. ഭയങ്കര ക്രോപം വന്നു. എൻ്റെ സഹോദരനെ കൊല്ലാൻ ഇവിടെ തൻ്റെ ഇടമുള്ളവരാരുണ്ടെന്ന്, എൻ്റെ പ്രഭാവം അവർക്കറിയില്ലേ, ഞാൻ ആരാണെന്നുള്ളത്, ഈ രാജ്യത്തിലുള്ള എൻ്റെ മഹത്വം ആദരിക്കാതിരിക്കെ കോപം വന്നു. അവിടുന്ന് ആയുധങ്ങളുമായിക്കൊണ്ട് നേരെ പോയി യവനന്മാരുടെ സ്ഥലത്ത്, അതായത് യക്ഷന്മാരുടെ സ്ഥലത്ത് അവിടെ ചെന്നിട്ട് രത്നോ ശംഖം, ഉച്ചത്തിൽ ശംഖ് വിളിച്ചു. അവരെയൊക്കെ പ്രകോപിപ്പിച്ചു. അവരെല്ലാം പുറത്തു വരുന്നതും പിന്നെ അങ്ങോട്ട് ഘോര യുദ്ധമാണ്. അഭ്യവർഷൻ പ്രകുപിതാ സരതം സഹസാരഥിം. അവിടുന്ന് പിന്നീട് അതാ ഓരോ അസ്ത്രങ്ങൾ അങ്ങോട്ട് എയ്യുന്നു, അവരിങ്ങോട്ടും അസ്ത്രങ്ങൾ എയ്യുന്നു. ഘോര യുദ്ധം. കുറേ ആളുകൾ അങ്ങനെ കൊന്നൊടുക്കാൻ തുടങ്ങി. ആ അസ്ത്രത്തിൻ്റെ ശക്തിയിൽ കുറേ ആളുകൾ മരിച്ചു വന്നപ്പോൾ ചിലരൊക്കെ രക്ഷപ്പെട്ടപ്പോഴോ ഹതാവശിഷ്ടായുധരേ രണാജിരൽ രക്ഷോഗണാക്ഷത്രിയവര്യാസായകൈ പ്രായോ വിഘ്നാവയവാവിദുദ്രുവൾ മൃഗേന്ദ്ര വിക്രീഡത യൂതപായിവ. കുലം നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ധ്രുവന്റെ അക്രമം കണ്ടിട്ട് പേടിച്ചോടാൻ തുടങ്ങിയവരൊക്കെ ഇങ്ങനെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം 11-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പം അവിടേക്ക് കടന്നു വരുന്നു അതാ മറ്റൊരാള്. തൈ തിക്മദാരേ പ്രതനേ ശിശു ശീലിമുഖൈതസ്തത പുണ്യജന ഉപദ്രുതാം തമഭ്യതൻ തമഭ്യതാവൻ കുപിത ഉദായുധ സുവർണമുന്നദ്ധ ഫണായി വാഹയാം. ഒരു പാമ്പ് ചീറി കൊത്തുന്നത് പോലെ ആ ധ്രുവന്റെ ഉള്ളിലുള്ള രോഷം മുഴുവൻ യക്ഷന്മാരോട് തീർക്കുമ്പോൾ നാരായണാസ്ത്രം കയ്യിലെടുത്തു വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി അതാ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അച്ഛൻ്റെ അച്ഛനായ ആരാണത്? ധ്രുവന്റെ അച്ഛൻ ഉത്താനപാദൻ. ഉത്താനപാദന്റെ അച്ഛൻ സ്വയംഭൂമനു. ആ സ്വയംഭൂമനു എന്ന് പറയുന്ന മുത്തശ്ശൻ ഇന്നിതാ ധ്രുവന്റെ മുന്നിൽ എത്തിയിരിക്കണം. ആ ഒരു നിമിഷം താൻ ഹന്യമാനൻ അഭിവീക്ഷ ഗുഹ്യകൻ അനാഗസച്ചിത്രരഥേന പൂരിശാം ഔത്താനപാദിം കൃപയാ പിതാമഹോ മനുജഗാദോ ഭഗതീ സഹർഷവീ. ഇങ്ങനെ അനാഗസ, അങ്ങനെ ക്രൂരമായ ശൗര്യം കൊണ്ട് നിരപരാധികളായിരിക്കുന്ന ആ യക്ഷന്മാരെ കൊന്നൊടുക്കുമ്പോൾ ആ പിതാമഹൻ അവിടേക്ക് കടന്നു വന്നു എന്നാണ്. എന്നിട്ട് മനു പറയുന്നതാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രീ മനു വാച എന്ന് പറയുന്ന 7-ാമത്തെ ശ്ലോകം മുതൽക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു ഭാഗമാണ്. അലം വത്സ്യാതിരോഷേണ തമദ്വാരേണ പാത്മന ഏന പുണ്യജനാനേതൻ അവധീത്വമനാഗസാം. അലം വത്സ്യാതിരോഷേണ, ഉണ്ണി നിന്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, തമോദ്വാരേണ പാത്മന, നിന്നെ തമസ്സിലേക്കാണ് നയിക്കുന്നത്.